വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ട്വിറ്റർ ഫിക്ഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡസ് ദ മൈസേഴ്സ് പാർഷ്യൽ ഡെഫ്നെസ് കോൺട്രിബ്യൂട്ട് ടു ദ സ്റ്റോറീസ് ഹ്യൂമർ? ഇനി ഇതിലെ ആദ്യത്തെ സ്റ്റോറിയിൽ ആ പിശുക്കൻ്റെ കേൾവിക്കുറവ് എങ്ങനെയാണ് അതിൽ ഹ്യൂമർ സൃഷ്ടിക്കുന്നതാണ് ചോദിക്കുന്നത്. ദ മൈസേഴ്സ് പാർഷ്യൽ ഡെഫ്നെസ് കോസസ് ഹിം ടു മിസ്ഇൻറ്റർപ്രറ്റ് ദ ലൈഫ് ത്രെറ്റനിങ് ഡിമാൻഡ് ആസ് എ ചോയ്സ് ബിറ്റ്വീൻ ഹിസ് മണി ആൻഡ് ഹിസ് വൈഫ്. അപ്പോൾ കൊള്ളക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഇയാളുടെ കേൾവിക്കുറവ് കൊണ്ടാണ് അയാൾക്ക് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത്. അവർ മണി ഓർ ലൈഫ് എന്നാണ് ചോദിക്കുന്നത്, പക്ഷെ ഇയാളത് മണി ഓർ വൈഫ് എന്നാണ് കേൾക്കുന്നത്. ഹിസ് അബ്സേർഡ് റെസ്പോൺസ് പ്രയോറിറ്റൈസിങ് ഹിസ് വെൽത്ത് ആഡ്സ് എ ലെയർ ഓഫ് ഡാർക്ക് ഹ്യൂമർ ടു ദ സ്റ്റോറി. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ അവിടെ എനിക്ക് മണി വേണം, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അയാൾ കരുതുന്നത് മണി ഓർ വൈഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ്, പക്ഷേ മണി ഓർ ലൈഫ് എന്നാണ് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയുന്ന, നമുക്കറിയാം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് പണം കൊണ്ട് ഒരു ഉപയോഗമില്ല, അങ്ങനത്തെ ഒരു ഹ്യൂമർ അവിടെ സൃഷ്ടിക്കുന്നത് ഇയാളുടെ കേൾവിക്കുറവാണ്. വാട്ട് ഡസ് എ നരേറ്റർ ഡു വിത്ത് ഈച്ച് റിജക്റ്റഡ് നോവൽ ഇൻ സോഫി ഹന്നാസ് നരേറ്റീവ്? ഇനി സോഫി ഹന്നയുടെ സ്റ്റോറിയിൽ നോവൽ റിജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നരേറ്റർ എന്താണ് ചെയ്യുന്നത്? ദ നരേറ്റർ ബിൽഡ്സ് എ ഹൗസ് ഫോർ ഈച്ച് റിജക്റ്റഡ് നോവൽ. ഓരോ തവണ നോവൽ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഓരോ വീട് നിർമ്മിക്കുന്നു എന്നാണ് നരേറ്റർ പറയുന്നത്. ഇറ്റ് ചാനൽസ് ദെയർ ഫ്രസ്ട്രേഷൻ ഇൻ ടു എ ക്രിയേറ്റീവ് യെറ്റ് ഒബ്സസീവ് ആക്ട് ഓഫ് കൺസ്ട്രക്ഷൻ. അങ്ങനെ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു ക്രിയേറ്റീവ് വർക്കിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യാന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ദ നരേറ്റീവ് ഇംപ്ലോയ് അബൌട്ട് ദ മൈസേഴ്സ് പേഴ്സണാലിറ്റി? ഇനി ആ കേൾവിക്കുറവുള്ള പിശുക്കൻ്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് എന്ത് ചിത്രമാണ് നമുക്ക് ആ സ്റ്റോറിയിൽ ലഭിക്കുന്നത്? ദ നരേറ്റീവ് പോർട്രേറ്റ്സ് ദ മൈസർ ആസ് ഒബ്സസീവ്ലി ഗ്രീഡി. വളരെയധികം അത്യാർത്തിയുള്ള ഒരാളായിട്ടാണ് ഈ ക്യാരക്ടറിനെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വാല്യൂയിങ് ഹിസ് മണി ഓവർ ഹിസ് ഓൺ ലൈഫ് ഓർ റിലേഷൻഷിപ്സ്. സ്വന്തം ജീവനേക്കാളും സ്വന്തം വൈഫിനേക്കാളും ഒക്കെ അയാൾക്ക് പണമാണ് വലുത് എന്നുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഇയാളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇറ്റ് എംഫസൈസസ് ഹിസ് ലാക്ക് ഓഫ് എംപതി ആൻഡ് വാർപ്ഡ് പ്രയോറിറ്റീസ്. ഒരു എംപതി അല്ലെങ്കിൽ സഹാനുഭൂതിയോ ഒന്നുമില്ലാതെ വെറും പണത്തോടുള്ള ആർത്തി മാത്രമുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പിശുക്കനെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹൗ ഡസ് ദ ഫേറ്റ് ഓഫ് ബെൻ റിഫ്ലക്ട് ദ ഇവന്റ്സ് ഇൻ ദ നരേറ്റേഴ്സ് 15th ബുക്ക്? ഇനി സോഫി ഹന്നയുടെ സ്റ്റോറിയിൽ ബെന്നിന് സംഭവിക്കുന്ന കാര്യവും 15ാമത്തെ ബുക്കിലെ കാര്യവും തമ്മിൽ എന്താണ് റിലേഷൻ? Ben's drowning mirrors the plot of the narrator's 15th book, where the victim also drowns. ബെൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ഇതേ സംഭവം തന്നെയാണ് 15ാമത്തെ ബുക്കിലെ ക്യാരക്ടറിനും ഉണ്ടാവുന്നത്. ഇറ്റ് ബ്ലേഴ്സ് ദ ലൈൻസ് ബിറ്റ്വീൻ ഫിക്ഷൻ ആൻഡ് റിയാലിറ്റി ഇൻ എ ചില്ലിംഗ് വേ. അവിടെ നമുക്ക് ഈ ഒരു ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വേർതിരിവ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. വാട്ട് ഡു ദ ഹാഷ്ടാഗ്സ് കരിയർ ചേഞ്ച് ആൻഡ് നോ ലുക്കിംഗ് ബാക്ക് ഇംപ്ലോയ് അബൌട്ട് ദ നരേറ്റീവ്സ് ആറ്റിറ്റ്യൂഡ്? ഇനി ആൻ എൻറൈറ്റിന്റെ സ്റ്റോറിയിൽ കരിയർ ചേഞ്ച്, നോ ലുക്കിംഗ് ബാക്ക് എന്നുള്ള ഹാഷ്ടാഗ്സ് അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടുള്ള എന്ത് ചിത്രമാണ് നമുക്ക് നൽകുന്നത്? ദ ഹാഷ്ടാഗ്സ് ഇൻഡിക്കേറ്റ് ദ നരേറ്റീവ്സ് എന്തൂസിയാസ്റ്റിക് എംബ്രേസ് ഓഫ് എ ന്യൂ ചാപ്റ്റർ ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഒരു ന്യൂ ചാപ്റ്റർ തുടങ്ങുന്നതിന്റെ എന്തൂസിയാസമാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അവർ കരിയർ ചേഞ്ച് ചെയ്യുന്നു, ഒരു ഓൺലൈൻ ജോബ് എന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. ഇറ്റ് ഇംപ്ലൈസ് എ നരേറ്റർ ഈസ് ഓപ്പൺ ടു ചേഞ്ച് ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ഒരു ചേഞ്ചിനും ഓപ്പർച്യൂണിറ്റീസിനും ഒക്കെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവരുടെ എന്നുള്ളത് ഈ ഒരു ഹാഷ്ടാഗ്സിലൂടെ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ഇയാൻ റാങ്കിൻസ് ബ്രെവിറ്റി കോൺട്രിബ്യൂട്ട് ടു ദി എഫക്റ്റീവ്നെസ് ഓഫ് ഹിസ് നരേറ്റീവ്? ഇനി ഇയാൻ റാങ്കിന്റെ സ്റ്റോറിയിലുള്ള ബ്രെവിറ്റി അഥവാ സംക്ഷിപ്തത എന്നുള്ള അർത്ഥമാണ്. അതായത് വളരെ ഷോർട്ടായിട്ട് എഴുതുന്ന സ്റ്റൈലിനെയാണ് ബ്രെവിറ്റി എന്ന് പറയുന്നത്. അത് ആ ഒരു സ്റ്റോറിയുടെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? ഇയാൻ റാങ്കിൻസ് നരേറ്റീവ് ത്രൈവ്സ് ഓൺ ഇറ്റ്സ് കൺസൈസ് ഡെലിവറി, ക്രിയേറ്റിംഗ് ആൻ ഇമ്മീഡിയറ്റ് ആൻഡ് സ്ട്രൈക്കിംഗ് ഇമ്പാക്ട്. അപ്പോൾ ഈ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റൈലിലൂടെ ഒരു സ്ട്രൈക്കിംഗ് ഇമ്പാക്ട് റീഡേഴ്സിൽ സൃഷ്ടിക്കുന്നു എന്നാണ്
നമ്മൾ കാണുന്നത്. The opening line draws the reader into a moment of high tension, suggesting a confrontation without spelling out the details. ഇനി തുടക്കത്തിൽ തന്നെ അയാൾ ഫ്ലാറ്റിലെ ഡോറ് തുറന്നു വരുന്നു. അപ്പോൾ അവിടെ ഒരു ക്ലീവറുമായി കൊണ്ട് അയാൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു തുടങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് തുടക്കത്തിൽ ലഭിക്കുന്നത്. അവിടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയാതെ തന്നെ ഒരു ഹൈ ടെൻഷനുള്ള ഒരു മൊമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. The cleaver and the mention of photos evoke betrayal, leaving much to the imagination, which amplifies the intrigue. ഇനി അവിടെ ആ കത്തി പിടിച്ച് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഫോട്ടോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബിട്രയൽ, ഒരു വഞ്ചനയാണ് നടന്നിട്ടുള്ളത് എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇമാജിൻ ചെയ്യണം, ബാക്കി ഡീറ്റെയിൽസ് അവിടെ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സൂചന മാത്രം നമുക്ക് നൽകുന്നതിലൂടെ നമ്മുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. The phrase "my jaw hit the floor" cleverly combines humor and shock, blending idiomatic expression with the act of violence. ഇനി "my jaw hit the floor" എന്ന് പറയുന്നത് ഒരു പൺ ആണ്, അതായത് ഒരു വാചകം രണ്ട് അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. നമ്മൾ മലയാളത്തിൽ അത്ഭുതം കൊണ്ട് വാ പൊളിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ താടി നിലത്ത് മുട്ടുക എന്നുള്ള ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത്. മറ്റൊന്ന്, ആ കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് വെട്ടിയ സമയത്ത് അയാളുടെ തല നിലത്ത് വീണിട്ട് ഈ താടി നിലത്ത് മുട്ടി എന്നുള്ളൊരു അർത്ഥവും അവിടെ ലഭിക്കുന്നുണ്ട്. ബൈ റിഫ്രൈനിങ് ഫ്രം ഓവർ എക്സ്പ്ലെയിനിങ്, റാങ്കിൻ അലൗസ് ദി സ്റ്റോറി ടു ലിങ്കർ ഇൻ ദ റീഡേഴ്സ് മൈൻഡ്, എൻഷോറിംഗ് ഇറ്റ്സ് റെസൊണൻസ് ലോങ് ആഫ്റ്റർ റീഡിങ്. അപ്പോൾ ഓവറായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ റീഡേഴ്സിന് ഇമാജിൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നതിലൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോറിക്ക് കഴിയുന്നു. How does the metaphor "the internet ate my novel" reflect the challenges and realities of the digital age for writers? Comment on the narrator's relationship with the technology and creativity. ഇനി "the internet ate my novel" എന്നുള്ള മെറ്റഫറിലൂടെ ഡിജിറ്റൽ ഏജിലെ റൈറ്റേഴ്സിന്റെ ഏതെല്ലാം ചലഞ്ചാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്, അതുപോലെ തന്നെ നരേറ്റർക്ക് ഈ ടെക്നോളജിയും ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഒരു റിലേഷനും ആറ്റിറ്റ്യൂഡും എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. The metaphor captures the overwhelming nature of the internet, which often undermines the permanence and depth of traditional creative pursuits. അപ്പോൾ ഈ ഡിജിറ്റൽ ഏജിനകത്ത്, ഇന്റർനെറ്റിനകത്ത് പെർമനൻസ് ഇല്ലാത്ത രീതിയിലുള്ള എൻഗേജ്മെന്റ് ആണെന്നാണ് പറയുന്നത്. അവിടെ ഒരുപാട് എൻഗേജ്മെന്റ് ലഭിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നൊരു ഡെപ്ത് ഇല്ലാത്തൊരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് സജസ്റ്റ് ഹൗ ദ ഡിജിറ്റൽ വേൾഡ് ക്യാൻ കൺസ്യൂം റൈറ്റേഴ്സ് എഫേർട്സ്, leaving their work overlooked in favor of fleeting, transient online content. ഇനി മറ്റൊരു അർത്ഥം നമുക്ക് അവിടെ ലഭിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയയുടെ ഇന്റർനെറ്റിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ആരും വായിക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഈ ബുക്ക് വായിക്കാതെ ആയി എന്നുള്ളൊരു അർത്ഥം കൂടി ഇന്റർനെറ്റ് ഏറ്റ് മൈ നോവൽ എന്നുള്ള ഫ്രേസിന് നമുക്ക് കണ്ടെത്താൻ കഴിയും. Initially, the narrator seems optimistic, embracing the change with the hashtags like career change and no looking back, signaling adaptability. തുടക്കത്തിൽ അവർക്ക് ടെക്നോളജിയോട് നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണുള്ളത്. അവരതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അതാണ് അവർ ഈ കരിയർ ചേഞ്ച്, നോ ലുക്കിംഗ് ബാക്ക് തുടങ്ങിയിട്ടുള്ള ഹാഷ്ടാഗിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. However, the reflective tone of "world so silent now" reveals a deeper yearning for meaningful engagement, emphasizing the isolation that can stem from online platforms. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ഈ ഡിജിറ്റൽ മീഡിയയുടെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതായിട്ട് കാണുന്നു. അവർക്ക് ക്രിയേറ്റീവ് വേൾഡിൽ ഉണ്ടായിരുന്ന ഒരു എൻഗേജ്മെന്റ് ഇവിടെ ലഭിക്കുന്നില്ല. ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഈ ഡിജിറ്റൽ വേൾഡിൽ എന്നുള്ളത് ഈ "വേൾഡ് സോ സൈലന്റ് നൗ" എന്നുള്ള ഹാഷ്ടാഗിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു. Explain the literal and metaphoric functions of the concept of plot 15. ഇനി പ്ലോട്ട് 15 എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്റെ ലിറ്ററൽ, അക്ഷരാർത്ഥത്തിലുള്ളതും മെറ്റഫോറിക്, സിംബോളിക് ആയിട്ടുള്ളതുമായ മീനിങ്സ് എന്താണ്? ലിറ്ററൽ മീനിങ്: പ്ലോട്ട് 15 refers to a piece of land owned by the narrator which becomes a site of Ben's drowning after he buys it. പ്ലോട്ട് 15 എന്ന് പറയുന്നത് നരേറ്ററുടെ ഒരു പ്ലോട്ടിന്റെ പേരാണ്, ഒരു വീടിന്റെ പേരാണ്. ബെൻ എന്ന് പറഞ്ഞ ഒരാൾ അത് വാങ്ങുകയും അവിടെ വെച്ച് അയാൾ മുങ്ങി മരിക്കുകയും ചെയ്യുന്നു. മെറ്റഫോറിക് മീനിങ്: it symbolizes the narrator's obsessive relationship with the creativity, where rejection of their novels manifests in an unsettling blend of fiction and reality. ഇതിന്റെ മെറ്റഫോറിക് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഓരോ വീടുകളും അവരുടെ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ നോവലിന്റെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ പ്ലോട്ട് 15 എന്ന് പറയുന്നത് അവരുടെ 15ാമത്തെ നോവൽ റിജക്ട് ചെയ്യപ്പെട്ടതിൻ്റെ സിമ്പിളായിട്ട് വരുന്നു. അവിടെയാണ് ആ നോവലിനകത്തുള്ള റിയാലിറ്റിയും ഫിക്ഷനും തമ്മിലുള്ള ഒരു മെർജിങ് നടക്കുന്നത്. The drawing parallels the 15th book's plot, suggesting a blurred line between artistic imagination and real life consequences. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 15ാമത്തെ ബുക്കിൽ ഉണ്ടായിട്ടുള്ള അതേ അനുഭവമാണ് ആ 15ാമത്തെ വീട് വാങ്ങിയിട്ടുള്ള ആൾക്ക് സംഭവിക്കുന്നത്. The intertwining of literal property and creative frustration hints at the narrator's transformation of rejection into both vengeance and artistic validation. അപ്പോൾ ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്ന മീനിങ്, ഈ നരേറ്റർ റിജക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് വെഞ്ചനൻസിലേക്ക്, പ്രതികാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരു സൈക്കോപാത്തിനെ പോലെ അവരുടെ ഓരോ ബുക്കിൻ്റെയും പേരിലുള്ള വീടിനകത്ത് അത് വാങ്ങുന്ന ആളുകൾക്ക് അതേ എക്സ്പീരിയൻസ് അവർ കൊടുക്കുന്ന ആ ഒരു സൈക്കോപാത്തിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെയാണ് ഈ നരേറ്ററിന് നമ്മളിവിടെ കാണുന്നത്. അതാണ് ഈ പ്ലോട്ട് 15ന്റെ ലിറ്ററൽ മീനിങ്ങും അതുപോലെ തന്നെ സിംബോളിക് മീനിങ്ങും ആയിട്ട് നമുക്ക് കാണാവുന്നത്. ഡിസ്കസ് ദ റോൾ ഓഫ് ഡാർക്ക് ഹ്യൂമർ ഇൻ സോഫി ഹന്നാസ് ആൻഡ് ഇയാൻ റാങ്കിൻസ് ട്വിറ്റർ ഫിക്ഷൻ. ഇനി സോഫി ഹന്നയുടെയും ഇയാൻ റാങ്കിൻ്റെയും ഫിക്ഷനകത്തുള്ള ഡാർക്ക് ഹ്യൂമർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോഫി ഹന്ന: ഡാർക്ക് ഹ്യൂമർ എമേർജസ് ഫ്രം ദി അബ്സേർഡ് എസ്കലേഷൻ ഓഫ് ടേണിംഗ് റിജക്റ്റഡ് നോവൽസ് ഇൻ ടു ഹൗസസ് ആൻഡ് ദ ഗ്രീം ഐറണി ഓഫ് ബെൻസ് ഡെത്ത് ഓൺ പ്ലോട്ട് 15. സോഫി ഹന്നയിൽ നമ്മൾ കാണുന്നത് ഇവർ ഓരോ നോവൽ റിജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഓരോ വീട് നിർമ്മിക്കുന്നു. അങ്ങനെ 15th പ്ലോട്ട് വാങ്ങിയിട്ടുള്ള ആൾക്ക് 15th നോവലിലെ അതേ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാവുന്നു. ദ പാരലൽ ബിറ്റ്വീൻ ദ ഡ്രൗൺഡ് വിക്ടിം ഇൻ ദ 15th ബുക്ക് ആൻഡ് ബെൻസ് ഫേറ്റ് ആറ്റ്സ് എ ചില്ലിംഗ് യെറ്റ് ഹ്യൂമറസ് ട്വിസ്റ്റ് ബ്ലെൻഡിങ് ഫിക്ഷൻ ആൻഡ് റിയാലിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെന്ന് ആ 15ാമത്തെ വീട് വാങ്ങുന്നു. 15ാമത്തെ നോവലിലുള്ള അതേ അനുഭവം തന്നെ അയാൾക്ക് അവിടെ ഉണ്ടാവുന്നു. ആ ഒരു ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഭയപ്പെടുത്തുന്ന ഒരു മിക്സിങ് നമ്മളിവിടെ കാണുന്നു. ഇതിൽ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരാൾ മുങ്ങി മരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഹ്യൂമർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. ഇയാൻ റാങ്കിൻ: ദ ഹ്യൂമർ ലൈസ് ഇൻ ദി ആംബിഗ്വിറ്റി ഓഫ് ദ കോസൽ ഇഡിയോമാറ്റിക് ഫ്രേസ് മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ. ഇനി ഇയാൻ റാങ്കിന്റെ ഫിക്ഷനകത്ത് നമ്മൾ കാണുന്നത് മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, താടി നിലത്ത് മുട്ടുക എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരു അത്ഭുതം ഉണ്ടാവുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. എന്നാൽ ഇവിടെ ഈ സ്റ്റോറിയിൽ ഒരു കത്തി പിടിച്ചു നിൽക്കുന്ന ആളുടെ അടുത്താണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അവിടെ ആ കത്തി കൊണ്ട് അയാളെ വെട്ടി എന്നുള്ള അർത്ഥവും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ദിസ് ജക്സ്റ്റാപ്പൊസിഷൻ ഹൈലൈറ്റ്സ് ദ സ്റ്റോറീസ് ടെൻഷൻ വൈൽ ആംപ്ലിഫൈങ് ദി അബ്സർഡിറ്റി ഓഫ് ദി സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു ജക്സ്റ്റാപ്പൊസിഷൻ കൊടുക്കുന്നതിലൂടെ, അതായത് അയാളുടെ തല വെട്ടി എന്ന് അവിടെ എഴുതുന്നില്ല, മറിച്ച് ഈ ഒരു വേർഡ് പ്ലേയിലൂടെയാണ് ആ ഒരു കാര്യം ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. In both stories, dark humor allows serious themes like betrayal, rejection and vengeance to be explored in a way that entertains while unsettling the reader. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡാർക്ക് ഹ്യൂമർ എന്നതിന് വിളിക്കാനുള്ള തന്നെ കാരണം, രണ്ട് സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഒരു ഹ്യൂമൻ ഡെത്ത് അല്ലെങ്കിൽ ഒരു വയലൻസ് പോലുള്ള കാര്യങ്ങളാണ് അവിടെ ഹ്യൂമറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഒരു ഹ്യൂമറിന്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ ഈ രണ്ട് ഫിക്ഷനിലും കൈകാര്യം ചെയ്യുന്ന ബിട്രയൽ, അതുപോലെ തന്നെ വെഞ്ചനൻസ് അഥവാ പ്രതികാരം തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെ ഒരു അൺസെറ്റ്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. Discuss the role of metafiction and self-reflexivity in the given text. How do these elements contribute to the overall meaning and impact of each story? ഇനി സ്റ്റോറീസിനകത്ത് മെറ്റാഫിക്ഷനും സെൽഫ് റിഫ്ലെക്സിവിറ്റിയും എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റാഫിക്ഷനും സെൽഫ് റിഫ്ലെക്സിവിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സ്റ്റോറീസിനകത്ത് നരേറ്റർ തന്നെ ഒരു ക്യാരക്ടറായിട്ട് വരികയും ആ സ്റ്റോറിയിലൂടെ നരേറ്ററുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന മെത്തേഡാണ്. ഈ സ്റ്റോറീസിനകത്ത് അതെങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. മെറ്റാഫിക്ഷൻ ഇൻ ദി സ്റ്റോറീസ് ഡിസോൾവ് ദ ബൗണ്ടറി ബിറ്റ്വീൻ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റിയൽ ലൈഫ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേറ്റർ തന്നെ ആ സ്റ്റോറിയിൽ ക്യാരക്ടറായിട്ട് വരികയും സ്റ്റോറി പറയുകയും ചെയ്യുമ്പോൾ അത് എത്രമാത്രമാണ് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, എത്രമാത്രമാണ് ഫിക്ഷൻ എന്നുള്ള ഒരു ബ്ലറിങ് അവിടെ നടക്കുന്നു. Narrators acknowledge their roles in the narrative, adding depth and engaging readers. അപ്പോൾ ഇത്തരത്തിൽ നരേറ്റേഴ്സ് തന്നെ ആ സ്റ്റോറിയുടെ ഭാഗമാവുന്നതിലൂടെ ഒരു എൻഗേജ്മെന്റ് റീഡേഴ്സിന് ലഭിക്കുന്നു. സോഫി ഹന്നാസ് പ്ലോട്ട് 15 ആൻഡ് ആൻ എൻറൈസ് ഹാഷ്ടാഗ്സ് ആർ സെൽഫ് റിഫ്ലക്റ്റീവ് ആസ് ദ റിവീൽ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ നരേറ്റേഴ്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള നരേറ്റീവ്സിനകത്ത്
നരേറ്ററുടെ ഒരു ക്യാരക്ടറാണ് റിവീൽ ചെയ്യപ്പെടുന്നത്. സോഫി ഹന്നയുടെ നോവൽ റിജക്ട് ചെയ്യപ്പെടുമ്പോൾ വീട് വയ്ക്കുകയും എന്നിട്ട് ആ വീട് വാങ്ങിയ ആൾക്ക് നോവലിലെ കഥാപാത്രത്തിന്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ആ നരേറ്ററുടെ ഒരു സൈക്കോപാത്തിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ആൻ എൻറൈറ്റിന്റെ നരേറ്റീവിൽ നമ്മൾ കാണുന്നത് ഡിജിറ്റൽ മീഡിയക്കകത്ത് അവർ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലാണ്. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ അവിടെ റിവീൽ ചെയ്യപ്പെടുന്നു. These techniques encourage readers to question the reliability of narratives and explore the interplay between art, life and creativity. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലൊരു ലൈൻ ബ്ലർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം റിയൽ ആണ്, എത്രമാത്രം ഫിക്ഷൻ ആണ് എന്നുള്ള ഒരു ചോദ്യം റീഡേഴ്സിന് വരികയും റീഡേഴ്സിനെ അത് എൻഗേജ് ചെയ്യിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം: ഹൗ ഡു ദ ഫോർ ട്വിറ്റർ ഫിക്ഷൻസ് യൂട്ടിലൈസ് ബ്രെവിറ്റി ആൻഡ് മിനിമലിസം ടു കൺവേ കോംപ്ലക്സ് തീംസ് സച്ച് ആസ് ഐറണി, ബിട്രയൽ, ഒബ്സഷൻ ആൻഡ് അക്സെപ്റ്റൻസ്? ഡിസ്കസ് ഹൗ ഈച്ച് നരേറ്റീവ് അച്ചീവ്സ് ഡെപ്ത് ഡിസ്പൈറ്റ് ഇറ്റ്സ് ലിമിറ്റഡ് വേർഡ് കൗണ്ട്. ഇനി ഈ സ്റ്റോറീസിനകത്ത് ബ്രെവിറ്റി അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ എങ്ങനെയാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള തീമുകൾ അവതരിപ്പിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. The four stories showcase the power of brevity, using only 140 characters to convey profound themes and emotions. ഈ കഥകളിലെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ബ്രെവിറ്റിയുടെ ഒരു പവറാണ്. അതായത് കുറഞ്ഞ വാക്കുകളിൽ ഡീപ്പർ ആയിട്ടുള്ള മെസ്സേജസ് കൺവേ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. 140 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അക്ഷരങ്ങളിലാണ് ഈ കഥകളെല്ലാം എഴുതിയിട്ടുള്ളത്. Authors make effective use of sharp, precise language and suggestive details, inviting readers to interpret and delve deeper into the meaning behind each narrative. ഇനി ഇതിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇവർ വളരെ ഷാർപ്പ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് സജസ്റ്റീവ് ഡീറ്റെയിൽസ് ആണ് റീഡേഴ്സിന് നൽകുന്നത്. നമ്മൾ ഈ സ്റ്റോറിയിൽ കണ്ടതാണ്. ഇതിൽ മീനിങ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് അതിൽ തരുന്നത്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. അപ്പോൾ റീഡേഴ്സ് തന്നെ ഇമാജിൻ ചെയ്യുന്നതിലൂടെ ഡീപ്പായിട്ട് ആ ഒരു തീംസിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. In Lodge's story, the partially deaf miser's misunderstanding of your money or your life exposes his misguided priorities, highlighting his willingness to risk his life for money. ഇനി ആദ്യത്തെ സ്റ്റോറിയിൽ നമ്മൾ ഒരു ഐറണിയാണ് കാണുന്നത്. അതിൽ ആ കേൾവിക്കുറവുള്ള പിശുക്കനായിട്ടുള്ള വ്യക്തി കൊള്ളക്കാർ പറയുന്ന യുവർ മണി ഓർ യുവർ ലൈഫ് എന്നുള്ളത് യുവർ വൈഫ് എന്ന് തെറ്റായിട്ട് കേൾക്കുകയും അങ്ങനെ അയാൾക്ക് പണം മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. ആ ഒരു സിറ്റുവേഷനിലൂടെ അയാളുടെ ഗ്രീഡ് അല്ലെങ്കിൽ ആർത്തിയെ കുറിച്ചിട്ടുള്ള ഒരു ക്രിറ്റിസിസം വളരെ കുറഞ്ഞ വാക്കുകളിൽ തന്നെ നടത്തുന്നു. റാങ്കിൻസ് നരേറ്റീവ് കൺവേസ് ദ ടെൻസ് മൊമെന്റ് ഓഫ് കൺഫ്രണ്ടേഷൻ വിത്ത് സ്ട്രൈക്കിംഗ് എഫിഷ്യൻസി, ഫോക്കസിംഗ് ഓൺ ദ പിവോട്ടൽ സീൻ വേർ ബിട്രയൽ ഈസ് റിവീൽഡ്. ഇനി റാങ്കിന്റെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സീനാണ്. വളരെ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ സമ്മറിയിൽ സൂചിപ്പിച്ചിട്ടുള്ള പൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ദ്വയാർത്ഥ പ്രയോഗമാണ്. ജോ ഹിറ്റിംഗ് ഫ്ലോർ എന്ന് പറയുന്ന, താടി നിലത്ത് മുട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിലൂടെയാണ് കുറഞ്ഞ വാക്കിലൂടെ തന്നെ ആ ഒരു ത്രില്ല് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ സോഫി ഹന്നാസ് ടെയിൽ, ദ ചില്ലിംഗ് കണക്ഷൻ ബിറ്റ്വീൻ ദ 15th ബുക്സ് പ്ലോട്ട് ആൻഡ് ബെൻസ് ഡെത്ത് ബ്ലർസ് ദ ലൈൻസ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് റിയാലിറ്റി. ഇനി സോഫി ഹന്നയുടെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ആ വീട് വാങ്ങിയ ആളും ആ ബുക്കിലുള്ള കഥാപാത്രത്തിന് സംഭവിക്കുന്ന കാര്യവും ഒരുപോലെ ആവുന്നതിലൂടെ റിയാലിറ്റിയും ഫിക്ഷനും തമ്മിലുള്ള ആ ഒരു ലൈൻ ബ്ലർ ചെയ്യപ്പെടുന്നതാണ്. ലിവിംഗ് റീഡേഴ്സ് ടു പോണ്ടർ ദ സൈക്കോളജിക്കൽ ഡെപ്ത് ഓഫ് ദ നരേറ്റേഴ്സ് ആക്ഷൻസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നരേറ്റർ ഒരു സൈക്കോപാത്ത് ആണ് എന്നുള്ളൊരു സിമ്പിളാണ് നമുക്ക് അവിടെ അതിലൂടെ ലഭിക്കുന്നത്. ആ ഒരു കാര്യം വളരെ എഫക്റ്റീവായിട്ട് കുറഞ്ഞ വാക്കുകളിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു. Enright's story examines the impact of the digital age on creativity with the metaphor the internet ate my novel encapsulating the fleeting nature of digital work. ഇനി ലാസ്റ്റ് സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ഡിജിറ്റൽ ഏജ് ക്രിയേറ്റേഴ്സിന് ഉണ്ടാക്കുന്ന ഒരു പാരഡോക്സ് ആണ്. അവിടെ ഇന്റർനെറ്റ് ഏറ്റ് മൈ നോവൽ എന്നുള്ള ഒരു എക്സ്പ്രഷനും അതുപോലെ തന്നെ ഹാഷ്ടാഗ്സും ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ തന്നെ ഈ ഒരു ഡിജിറ്റൽ ഏജിലുള്ള ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ സ്റ്റോറീസിനെ കുറിച്ചിട്ട് ഈ എസ്സേയുടെ പോയിന്റ്സിൽ പറയുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനകത്തും അതുപോലെ സമ്മറിക്കകത്തും ഈ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾ എസ്സേ എഴുതുന്ന സമയത്ത് ഇത് തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതിയാൽ മതിയാവും. പിന്നെ എസ്സേയുടെ കൺക്ലൂഷനായിട്ട് എഴുതാവുന്ന പോയിന്റ്സ് ആണ് പറയുന്നത്. Across these narratives, brevity enhances the emotional resonance of the stories by leaving much of the content unsaid.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഷോർട്ട് ആയിട്ടുള്ള വാക്കുകളിൽ റീഡേഴ്സ് തന്നെ ഈ കാര്യങ്ങൾ ഇമാജിൻ ചെയ്തെടുക്കുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം പകുതിയും അൺസെഡ് ആണ്, അതിൽ പറയുന്നില്ല, റീഡേഴ്സ് ഇമാജിൻ ചെയ്യുന്നതാണ്. അത്തരത്തിൽ റീഡേഴ്സിന് ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. The careful selection of words invites the reader to fill in the gaps, making the impact of each story more profound and engaging, demonstrating how minimalism can be a powerful tool in storytelling. ഇതുകൂടാതെ റീഡേഴ്സ് എൻഗേജ് ചെയ്യുന്നതിനും കൂടാതെ ഇതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള തീംസ് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റീഡേഴ്സ് തന്നെ ഇമാജിൻ ചെയ്ത് ചിന്തിക്കുന്ന സമയത്ത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള തീംസ് എല്ലാം ചുരുങ്ങിയ വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ മിനിമലിസത്തിലൂടെ കുറഞ്ഞ വാക്കുകളിലൂടെ ഈ ഡീപ്പ് ആയിട്ടുള്ള തീംസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റോറീസിന് സാധിക്കുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സാമിൻ ദ ലാംഗ്വേജ് ആൻഡ് ലിറ്റററി ഡിവൈസസ് എംപ്ലോയിഡ് ഇൻ ദ 4 ടിറ്റർ ഫിക്ഷൻസ്. ഹൗ ഡു ദീസ് എലിമെന്റ്സ് കോൺട്രിബ്യൂട്ട് ടു ദി ഓവറോൾ മീനിങ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ഈച്ച് സ്റ്റോറി? ഇനി ഈ സ്റ്റോറീസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജിനെയും ലിറ്റററി ഡിവൈസസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. The 4 stories skillfully employs various literary devices such as humor, irony, metaphor, imagery and self-reflexivity to enhance the narrative and deepen its meaning. അപ്പോൾ ഈ സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത് ഐറണി, ഹ്യൂമർ, മെറ്റഫർ, ഇമേജറി, സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നുള്ള ലിറ്റററി ഡിവൈസസ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മീനിങ്, ഡീപ്പർ മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. Each story maximizes its limited word count by using these devices to create complexity, ensuring that the brevity of the form does not diminish the emotional or thematic depth of the narratives. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ലിമിറ്റഡ് വേർഡ് കൗണ്ടിൽ, കുറഞ്ഞ വാക്കുകളിലുള്ള സ്റ്റോറീസ് ആണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കുറഞ്ഞ വാക്കുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഡീപ്പ് ആയിട്ടുള്ള തീംസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിറ്റററി ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. Lodge's story uses situational irony to comment on the miser's character, with the absurdity of the miser choosing wealth over life, revealing its selfishness. ഇനി ആദ്യത്തെ സ്റ്റോറിയിൽ ലിറ്റററി ഡിവൈസസ് ആയിട്ട് നമ്മൾ കാണുന്നത് സിറ്റുവേഷണൽ ഐറണിയാണ്. അവിടെ ആ കേൾവിക്കുറവുള്ള പിശുക്കൻ അയാളുടെ ജീവന് പകരം പണം മതി എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് കാണുന്നത്. ആ ഒരു ഐറണിയിലൂടെ അയാളുടെ ആ ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ ഒരു ആർത്തിയൊക്കെ നമുക്ക് അവിടെ റിവീൽ ചെയ്യപ്പെടുന്നു. In Rankin's narrative, the expression "my jaw hit the floor" serves as a dark humor, with its figurative meaning adding a layer of irony to the literal violence of the situation. ഇനി രണ്ടാമത്തെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് "my jaw hit the floor" എന്നതിലെ ഒരു ഡാർക്ക് ഹ്യൂമർ ആണ്. ഇതുകൂടാതെ പൺ എന്നുള്ള ഒരു വാചകത്തിന് 2 അർത്ഥം വരുന്ന ഒരു ലിറ്റററി ഡിവൈസസ് കൂടി വരുന്നുണ്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജോ ഹിറ്റിംഗ് ദ ഫ്ലോർ എന്ന് പറയുന്നത് ഒന്ന് വളരെ അത്ഭുതപ്പെടുക എന്നുള്ള അർത്ഥമാണ്. എന്നാൽ അതിന് തന്നെ ഇവിടെ ആ ഒരു വയലൻസ്, ആ കത്തി പിടിച്ചു നിൽക്കുന്ന ആള് ആ തല വെട്ടിയിട്ടു എന്നുള്ള ഒരു വയലൻസിന്റെ ഒരു ചിത്രം കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ ഹന്ന സ്റ്റോറി, ദ ലിങ്ക് ബിറ്റ്വീൻ ദ ഡെത്ത് ഓഫ് ബെൻ ആൻഡ് ദ 15th ബുക്സ് പ്ലോട്ട് ക്രിയേറ്റ്സ് എ മെറ്റാ നരേറ്റീവ്, ഡെമോൺസ്ട്രേറ്റിംഗ് ഹൗ ദ നരേറ്റേഴ്സ് ക്രിയേറ്റീവ് ഫ്രസ്ട്രേഷൻ ടേൺസ് ഇൻ ടു ഡിസ്ട്രക്റ്റീവ് ഒബ്സെഷൻ. ഇനി ഹന്നയുടെ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് ബെൻ എന്ന് പറയുന്ന ആള് 15ാമത്തെ വീട് വാങ്ങുന്നു. ആ 15ാമത്തെ നോവലിലെ കഥാപാത്രത്തിനുള്ള അതേ അനുഭവം തന്നെ അയാൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു മെറ്റാ നരേറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് നരേറ്റർ തന്നെ അതിലൊരു ക്യാരക്ടറായിട്ട് വരികയും നരേറ്ററിന്റെ ഒരു ക്യാരക്ടർ അവിടെ റിവീൽ ചെയ്യപ്പെടുകയാണ്. അതായത് ഈ നരേറ്റർ ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ആളാണ്, അയാൾ തന്നെയാണ് ഈ വീട് വാങ്ങുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുള്ള ഒരു സിമ്പിളാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അത്തരത്തിലുള്ള മെറ്റാ നരേറ്റീവ് എന്നുള്ള ഒരു ലിറ്റററി ഡിവൈസസ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. Enright's use of metaphor, particularly the phrase "the internet ate my novel," captures the ephemeral nature of digital content and the shifting nature of creativity in the digital age. ഇനി ലാസ്റ്റ് സ്റ്റോറിയിൽ നമ്മൾ പ്രധാനമായിട്ടും മെറ്റഫർ ആണ് കാണുന്നത്. ഇന്റർനെറ്റ് ഏറ്റു മൈ നോവൽ എന്നുള്ള ഒരു മെറ്റഫറിലൂടെ ഈ ഡിജിറ്റൽ ഏജിനകത്ത് ക്രിയേറ്റേഴ്സ് നേരിടുന്ന ഒരു ചലഞ്ചും അതുപോലെ തന്നെ ഒരു ഡെപ്ത് ഇല്ലാത്ത, എൻഗേജ്മെന്റ് ഇല്ലാത്ത റിലേഷൻസ് ആണ് ഈ ഡിജിറ്റൽ ഏജിൽ എന്നുള്ള ഒരു തീമുമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇൻ ഓൾ 4 സ്റ്റോറീസ്, the choice of language and literary devices is crucial in amplifying the emotional and thematic impact of the narratives. അപ്പോൾ ഈ 4 സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജും ലിറ്റററി ഡിവൈസസും
ഒരു ഇമോഷണൽ ഇമ്പാക്ട് കൊടുക്കുന്നതിനും ആ തീം എക്സ്പ്രസ് ചെയ്യുന്നതിലും നിർണായകമാണ്. ദി ഓതേഴ്സ് യൂസ് precise language and literary techniques to condense complex themes into a minimal space, inviting readers to reflect on the deeper meanings and the emotional undertones that are woven into the stories. അപ്പോൾ ഈ സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത് ഓതേഴ്സ് പ്രിസൈസ് ലാംഗ്വേജ്, വളരെ ചുരുങ്ങിയ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ലിറ്റററി ഡിവൈസസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് റീഡേഴ്സിനെ ഇമാജിനേഷന്റെ ഒരു വേൾഡിലേക്ക് കൊണ്ടുപോവുകയും അതിലൂടെ ഡീപ്പർ ആയിട്ടുള്ള തീംസ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.